482 വിസ എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസേർഡ് വർക്ക് വിസയാണ്, ടെമ്പററി വിസയാണ്. ഇതും PR നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ഈ 482 ഒരു ആപ്ലിക്കന്റിനെ സംബന്ധിച്ചുണ്ടാവും, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ടെമ്പററി വിസയിൽ വരുന്നത് എംപ്ലോയർ നോമിനേറ്റ് ചെയ്ത് വരുന്ന വിസയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ആ എംപ്ലോയർ പറയുന്ന ആ ഓക്കുപേഷൻ, ഏത് ഓക്കുപേഷനിലാട്ടോ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഓക്കുപേഷൻ നമ്മൾ നോമിനേറ്റ് ചെയ്ത ഓക്കുപേഷനിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ ഇതിന് ഇപ്പൊ ടെമ്പററി വിസയിലാണ് നമ്മൾ വരുന്നത്. ഇതിനകത്ത് വരുമ്പോൾ ഓസ്ട്രേലിയ വരുമ്പോഴുള്ള നമ്മുടെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കവറപ്പ് ചെയ്യുന്നതിന് നിർബന്ധമായിട്ടും വിസ കണ്ടീഷനുണ്ട്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് നിശ്ചയമായിട്ടും നമ്മുടെ സ്വന്തമായിട്ട് എടുത്തിരിക്കണം. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് ഗവൺമെന്റിന്റെ യാതൊരുവിധ സപ്പോർട്ടും ആ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടത്തില്ല. പബ്ലിക് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള അങ്ങനെയുള്ള സൗജന്യ ചികിത്സ ഇപ്പം പെർമനന്റ് റെസിഡൻസിനോ അല്ലെങ്കിൽ സിറ്റിസൺസിനോ കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു ചികിത്സ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുത്തിരിക്കും. പിന്നെ കുട്ടികളുടെ എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ്. ചില സംസ്ഥാനങ്ങൾ ഈ തരത്തിൽ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടും ഈ പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ഹെൽത്ത് സെക്ടറിലേക്ക് ആളിനെ കൊണ്ടുവരേണ്ടുള്ള ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾ വരുന്നത് കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ സ്കൂളുകളിൽ, സ്റ്റേറ്റ് ഓൺഡ് പബ്ലിക് സ്കൂളുകളിൽ ഒരു കൺസെഷണൽ റേറ്റിൽ ഫീസ് അതിൻ്റെതായിട്ടുള്ള അവിടുത്തെ ഒരു സാഹചര്യങ്ങളുമായിട്ട് അനുയോജ്യമാകത്തക്ക രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ അതെല്ലാ സ്റ്റേറ്റുകളിലും ഇല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ചില സ്റ്റേറ്റുകളിലാണെങ്കിൽ നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഒരു ഓവർസീസ് സിറ്റിസന്റെ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓവർസീസ് സിറ്റിസന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീസ് കൊടുക്കേണ്ടി വരും. ഇതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസോ ഒക്കെ PR-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർക്ക് വിസയിൽ നമുക്കുണ്ടോ? വർക്ക് വിസയിലുള്ളത് മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഫുൾ ടൈം വർക്ക് ചെയ്യണം. അതാ എംപ്ലോയർ നമുക്കൊരു ഫുൾ ടൈം വർക്ക് ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ 38 മണിക്കൂർ വർക്ക് ചെയ്യുക എന്നുള്ളത് ആ എംപ്ലോയറുടെ നോമിനേറ്റഡ് ഓക്കുപേഷനിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കണമെന്നുണ്ട്. അത് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ജോലിക്ക് പോകാനുള്ള സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാധ്യമല്ല. എങ്കിൽ പോലും ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അവരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓക്കുപേഷൻ അതാണ്. അപ്പൊ ആ ഓക്കുപേഷനിൽ തന്നെ അവർ ജോലി ചെയ്തിരിക്കണം, ഫുൾ ടൈം ചെയ്തിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇതുണ്ട്. പിന്നെ അതല്ലാണ്ടുള്ളതെന്ന് പറയുന്നത് അവരെ സ്വാഭാവികമായിട്ടും അവരവിടെ ഓസ്ട്രേലിയ വന്നതിന് ശേഷം അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് വേറെ ഏതെങ്കിലും വിസകളിലോട്ട് മാറണമെങ്കിൽ അവർക്ക് മാറാം. പെർമനന്റ് വിസകളിലോട്ട് മാറണമെങ്കിൽ അവർക്ക് മാറാം. PR-ലോട്ട് മാറണമെങ്കിൽ അവർക്ക് മാറാം. അവരുടെ സ്കിൽഡ് മൈഗ്രേഷൻ അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതിലോട്ട് മാറാം. അങ്ങനെ അതിനൊന്നും സാങ്കേതികമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല. മറ്റേ വിസകൾക്ക് ഏതെങ്കിലും മറ്റ് വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. 482 ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് PR, അതായത് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള PR ആപ്ലിക്കേഷൻസ് ഇടുന്നതൊക്കെ നമുക്ക് കുഴപ്പമില്ല. അതിനൊന്നും ഒരു തടസ്സമില്ല. ഇപ്പൊ ഏത് വിസയിലും ഒരേ സമയം ഒന്നിൽ കൂടുതൽ വിസകൾ അപ്ലൈ ചെയ്യുന്നതിനോ ഒന്നും അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതിനോ അതിന്റെ സാധ്യതകൾ തേടുന്നതിനോ ഒന്നും ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിസയാണ് വാലിഡ് വിസ. ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് വിസയിലാണെന്ന് സങ്കല്പിക്കുക. ഇന്ന് നിങ്ങൾക്ക് 482 വിസ കിട്ടിയെന്ന് വിചാരിക്കുക. ഇന്ന് മുതൽ 482 വിസയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 491 കിട്ടുന്നു, സ്റ്റേറ്റ് നോമിനേഷൻ കിട്ടും. ഈ നിലവിലുള്ള വിസ 2 വർഷത്തേക്കോ, ഇപ്പൊ 482 വിസ മാക്സിമം 4 വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ് കിട്ടുന്നത്. അപ്പൊ ഈ 2 വർഷത്തിനിടയ്ക്കാണ് 491 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ന് തൊട്ടാണോ നിങ്ങൾക്ക് 491 പോകുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ 491 പഴയ വിസ മാറി പുതിയ വിസയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്.